ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളും കുഴപ്പമില്ലാണ്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ്. ഈ തെറ്റുകൾ നിങ്ങൾ ആരും ആവർത്തിക്കാനും നിൽക്കരുത് കേട്ടോ. നമ്മുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തൂത്തുകൂട്ടി വെക്കാനോ അഥവാ തൂത്തുകൂട്ടിയാൽ നിങ്ങൾ അന്നേരെ വാരിക്കളയണം. ആ ഭാഗത്തിട്ട് തീ കത്തിക്കാനും നിൽക്കരുത്. വലിയ ദോഷമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുടുംബത്തിലെ ആണുങ്ങൾക്കാണ് ദോഷം സംഭവിക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് മരണം സംഭവിക്കാം, അതല്ലെങ്കിൽ അതീവ തീവ്രമായ പൊള്ളലുണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ തെറ്റുകൾ ആവർത്തിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പം നമുക്ക് സ്ഥലപരിമിതി ഇല്ലാത്തവരാണെങ്കിൽ തെക്കും പടിഞ്ഞാറിൻ്റെയും സെൻറ്ററായിട്ട് നമ്മൾ കണക്കാക്കിയിട്ട് ഏതെങ്കിലും ജോത്സ്യനെ വിളിച്ചിട്ട് വേണം നമ്മൾ അലക്കുകല്ലായാലും സെപ്റ്റിക് ടാങ്ക് ആയാലും ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ അടുക്കളയുടെ ദർശനം നേരെ തെക്കോട്ടാണെങ്കിൽ നമുക്ക് വലിയ ദോഷം സംഭവിക്കും. അടുക്കളയിൽ ദാരിദ്ര്യവും പഞ്ഞവും പട്ടിണിയും രോഗങ്ങളും ആറ്റൊഴിയത്തില്ല. ഒരു കാരണവശാലും നമ്മൾ പരമാവധി തെക്കോട്ട് ദർശനമാക്കാൻ നിൽക്കരുത് അടുക്കള. അതുപോലെ തന്നെ വിളക്ക് കത്തിക്കുന്നത് തെക്കോട്ട് ദർശനമാക്കരുത്. വലിയ ദോഷമാണ് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ തൂത്തുകൂട്ടി വയ്ക്കുന്നത് ഒരു കാരണവശാലും നമ്മൾ വിളക്ക് കത്തിക്കുന്ന സമയത്ത് കുപ്പ തൂത്തുകൂട്ടി കത്തിക്കാനോ പഴുതുണി കത്തിക്കാനോ നിങ്ങൾ നിൽക്കരുത്. 7 മണിക്ക് ശേഷം വിളക്ക് കെടുത്തിയതിന് ശേഷം വേണം നമ്മളിത് കത്തിക്കാനായിട്ട്. ഇങ്ങനെയുള്ള ദോഷങ്ങൾ ആരും നിങ്ങൾ അനുവദിക്കരുത് കേട്ടോ. അതുപോലെ തന്നെ തുളസി, നെല്ലി, കറ്റാർവാഴ, കൂവളം ഇതിൻ്റെ പരിസരത്തിട്ട് തീ കത്തിക്കുകയേ ചെയ്യരുത്. ഇതിന് പൊള്ളലേറ്റിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തുള്ള ആർക്കെങ്കിലും പൊള്ളലേറ്റും മരണം സംഭവിക്കും. ഇത് നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും വെച്ചോണം. ഇതിന് തീച്ചൂടടിക്കാനേ പാടില്ല. ഇത് ദേവഗണത്തിൽ പെടുന്ന സാധനങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ഈ തെറ്റ് ആവർത്തിക്കരുത്. നമ്മുടെ കുടുംബത്ത് ഒരാളും മരിക്കുന്നതിന് തുല്യമാണ് ഇതിന് പൊള്ളലേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ കിണറിൻ്റെ ചുവട്ടിൽ തൂത്തുകൂട്ടി കത്തിക്കാൻ നിൽക്കരുത്. കിണറും തീയും തമ്മിൽ, അതായത് കിണറും തീയും തമ്മിലല്ല, കിണറും വെള്ളവും അല്ലെ തീയും തമ്മിൽ വിരുദ്ധരാണ്. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇട്ട് തൂത്തുകൂട്ടി കത്തിക്കരുത്. ഭയങ്കരമായ ദോഷമാണ് നമുക്ക് സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ലത് വീടിൻ്റെ വടക്ക് കിഴക്കേ മൂലയിലാണ് അടുപ്പ് കത്തിക്കാൻ ഏറ്റവും നല്ലത്. അതുപോലെ തന്നെ നിലവിളക്ക് വെക്കേണ്ടതും ഈ രീതിയിൽ തന്നെയാണ്. അപ്പം നമുക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും താനേ വന്നു ചേർന്നുകൊള്ളും. അതുപോലെ തന്നെ വൃത്തിയായിട്ടും വെടുപ്പായിട്ടും ഈ വിളക്ക് കത്തിക്കുന്ന ഭാഗം എപ്പോഴും വെടുപ്പായിട്ടിരിക്കണം. അതുപോലെ വൃത്തിയില്ലാത്തതും തൂത്തുകൂട്ടിയതുമായ സാധനം വിളക്ക് കത്തിക്കുന്ന ഭാഗത്തും ഇട്ട് നിങ്ങൾ കത്തിക്കാൻ നിൽക്കല്ലേ. പിന്നെ വിളക്ക് വെച്ചിട്ട് യാതൊരു ഫലവും കാണത്തില്ല. പിന്നെ അതിൻ്റെ ദോഷഫലങ്ങൾ മാറണമെങ്കിലുണ്ടല്ലോ 31 ദിവസം കഴിയും. അതുപോലെ പീരിയഡ്സ് ആയിരിക്കുന്നവർ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിലും ആ ഭാഗത്തേക്ക് നിങ്ങൾ അടുക്കാൻ നിൽക്കരുത്. ഒരു 4 ദിവസമെങ്കിലും കഴിയാതെ വെറുതെ നമ്മൾ വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ബോക്സിലും വന്ന് നിങ്ങളൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരാണോ എന്ന്. പിന്നെ തെക്ക് പടിഞ്ഞാറ് കന്നിമൂല, അവിടെ ഒരിക്കലും അടുക്കള പാടില്ല കേട്ടോ. ദാരിദ്ര്യം നിങ്ങളുടെ കൂടെ പിറപ്പായിട്ട് കൊണ്ട് നടക്കും. കയ്യിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ദാരിദ്ര്യം മാറത്തില്ല. കുടുംബത്ത് സൗകര്യമോ സ്വസ്ഥതയോ ഒന്നും ഉണ്ടാകത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊള്ളണം. അതുപോലെ തന്നെ പഴുതുണി ഒരുപാട് നിങ്ങളുടെ വീട്ടിൽ കൂടരുത്. നല്ല പഴുതുണികൾ കഴുകി മടക്കി എടുത്ത് ഭദ്രമായിട്ട് വെച്ചേക്കും. അവിടെ ഇവിടെ മൂലവഴി കയറ്റി നിങ്ങൾ ഒരിക്കലും വെക്കരുത് പഴുതുണി. അതുപോലെ തന്നെ അടിച്ചു തീർന്ന കുറ്റിച്ചൂല്, ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ ദൈവത്തെ ഓർത്ത് സൂക്ഷിക്കരുത്. എന്നതൊക്കെയാ? പഴുതുണി, അടിച്ചു തീർന്ന കുറ്റിച്ചൂല്, അതുപോലെ തന്നെ തേഞ്ഞു തീർന്ന ചെരുപ്പ്. ദൈവത്തെ ഓർത്ത് നിങ്ങൾ വെക്കരുത്. പിന്നെയും 2 കാര്യങ്ങൾ: പൊട്ടിയ പാത്രങ്ങൾ, പൊട്ടിയ കണ്ണാടി, ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന് നെഗറ്റീവ് എനർജി ഉണ്ടാക്കും. അതുകൊണ്ട് ഈ പോസിറ്റീവ് നമ്മുടെ കുടുംബത്തോട്ട് അടുക്കത്തില്ല. ദൈവത്തെ ഓർത്ത് ഞാൻ പറയാം, നിങ്ങൾ അങ്ങനെ വല്ലതും കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്ത് ദൂരെ കളയുക. പണ്ടുള്ള കാരണവന്മാരെല്ലാ സാധനങ്ങളും എടുത്ത് ഇങ്ങനെ തുരുക്കൂട്ടി വരും. ഇതിനൊക്കെ എപ്പോഴെങ്കിലും ആവശ്യം വരുമെന്നും പറഞ്ഞോണ്ട്. പക്ഷേ ഉണ്ടല്ലോ, അതൊക്കെ നമ്മുടെ തല കൊണ്ടേ പോകത്തുള്ളൂ. നമ്മുടെ കുടുംബത്തെ ദാരിദ്ര്യവും പണ്ടാരവും
വിട്ടൊഴിയത്തില്ല. അതുപോലെ തന്നെ മരണപ്പായവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ എപ്പോഴും വീറും വൃത്തിയും വെടുപ്പും ഉള്ളവരായിട്ടിരിക്കാൻ ശ്രമിക്കണം കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നിങ്ങളോട് ഞാൻ വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. അതാണ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. നിങ്ങൾ എന്തായാലും ഈ തെറ്റ് ആവർത്തിക്കരുത് കേട്ടോ. ഞങ്ങൾക്കുണ്ടല്ലോ തൊടുപുഴയിലെ വീടിൻ്റെ അവിടെ ഈ തീയും കുപ്പയും ഒന്നും ഇട്ട് കത്തിക്കാനായിട്ടുള്ള സ്ഥലം അങ്ങനെ പ്രത്യേകിച്ചില്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിയിട്ട് കത്തിച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് വീടുകളുണ്ട്. അപ്പോൾ അങ്ങോട്ട് തീയുടെ ചൂടും പുകയൊക്കെ ചെല്ലുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ അത് തന്നെയല്ല, നമ്മുടെ ഈ വീടിനോട് ചേർന്നൊക്കെ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ തീച്ചൂടേറ്റ് കഴിഞ്ഞാൽ പൊള്ളിയിട്ടുണ്ടെങ്കിൽ ഉണങ്ങിപ്പോകും. അതിന് ഞങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞാനും പിള്ളേരും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്, ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന വഴിയുണ്ട്. അപ്പോൾ ആ വഴിയുടെ ഏതെങ്കിലും സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയാകുമ്പോൾ നമ്മുടെ സ്വന്തമല്ലേ, അവിടെ പ്രത്യേകിച്ച് ഒന്നും നട്ടിട്ടും ഇല്ല, ആർക്കും ഒരു ദോഷവും ഇല്ല. അപ്പം ഞാൻ ഈ അടിച്ചു വാരുന്നതും വേസ്റ്റ് സാധനങ്ങളും എല്ലാം ഇട്ട് ഈ വഴിയിലിട്ടാണ് ഞാൻ ഈ കത്തിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ചാരമല്ലേ, പിന്നെ അത് വാരിക്കളയാനും ഒന്നും ഞാൻ ശ്രമിച്ചിട്ടുമില്ല, ഒന്നുമില്ല. എൻ്റെ പൊന്ന് ദൈവമേ, ഒരു പ്രാവശ്യം ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ മേളിൽ കുറേ മേളിലായിട്ട് വീട്ടുകാർ താമസമുണ്ട്. അപ്പോൾ അവിടുത്തെ അമ്മച്ചി ഇങ്ങനെ എപ്പോഴും ഇല്ല, മക്കളുടെ കൂടെയാണ് വല്ലപ്പോഴും ഈ പറമ്പിലോട്ടൊക്കെ കയറി വരുള്ളേ. അപ്പം വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രാവശ്യം എന്നെ വിളിച്ചിട്ട് എന്നോട് പറയുകയാണ്, അന്നേരം എൻ്റെ വീട്ടിൽ അമ്മച്ചിയുണ്ട്, അവിടെ അമ്മച്ചിയും വന്നിട്ടുണ്ടായിരുന്നു. അമ്മച്ചിക്ക് സുഖമില്ലാതൊക്കെ ആകുന്നതിന് മുമ്പ് ഉടനെ വിളിച്ചിട്ട് അമ്മച്ചിയോട് പുള്ളിക്കാരി ചോദിക്കുകയാണ്, അതായത് ആ അമ്മ, എൻ്റെ പൊന്ന് കറുവപ്പള്ളി അമ്മ, അമ്മയ്ക്ക് അറിയത്തില്ല ഈ വൃത്തികേട് കാണിക്കരുതെന്ന്, ഈ വഴിയിൽ വൃത്തികേടാണോ, നിങ്ങൾക്കൊക്കെ പിന്നെ എങ്ങനെ അസുഖവും കാര്യങ്ങളും കുടുംബമൊക്കെ കുണം പിടിച്ചു പോകും എന്ന് ചോദിച്ചു. അന്നേരം ചോദിച്ചു, എന്നാന്ന് ചോദിച്ചു, എന്നാ ചെല്ലമ്മേന്ന് ചോദിച്ചപ്പോഴത്തേനും പറയണേ, ആരെങ്കിലും നടന്നു പോകുന്ന വഴിയിൽ ഇതുപോലെ കത്തിച്ചിടുവോ, വെണ്ണീർ കണ്ടിട്ട് പോയിട്ടുണ്ട് കുണം വരുമോ എന്ന് ചോദിച്ചു. വെണ്ണീർ കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ പോന്നവൻ്റെ തല തെറിച്ചു പോകും. തിരിച്ചു കൊണ്ടുവന്ന് അവനെ കൊണ്ടുവന്ന് പട്ടടയിൽ വെച്ച് അവൻ വെണ്ണീറായിപ്പോ. അത്രയ്ക്ക് കൊള്ളുകയല്ലെന്ന് പറഞ്ഞു. ഈ തീ കത്തിച്ച ചാരം കണ്ടിട്ട് പോകുന്നത് അതിന് വെണ്ണീറെന്ന് പറയും. ചിലപ്പോൾ ഉണ്ടല്ലോ ഈ ചാരം മൂടി അതിൻ്റെ അടിയിൽ കനലും കാണും. അപ്പം ഈ കനല് കണ്ടിട്ട് പോണത്, അതായത് ഈ വെണ്ണീർ കണ്ടിട്ട് പോകുന്നത് നമുക്ക് കൊള്ളത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സത്യമായിട്ടും ഞാൻ പറയാം, ഒരു അനുഭവം, ഈ വെണ്ണീർ കണ്ടിട്ട് നമ്മൾ ഇന്ന് പോയിട്ടുണ്ടോ ആ പോകുന്ന കാര്യമൊന്നും ഒരിക്കലും ഞങ്ങൾക്ക് ശാശ്വതമായിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ ഈ ചേർത്തല വന്നു കഴിഞ്ഞപ്പോഴും അതുപോലെ ഒരു പുള്ളിക്കാരി എൻ്റെ അമ്മയോട് പറഞ്ഞു, ഈ വഴി സൈഡ് എന്തോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനാണ് പറഞ്ഞത്, എൻ്റെ പൊന്നു ചേച്ചി, നമ്മൾ എവിടെ പോയാലും ഉണ്ടല്ലോ വെണ്ണീർ കണ്ടിട്ട് പോകാൻ കൊള്ളിയല്ല. ആ സമയത്ത് നിറകുടവോ അതുപോലെ തന്നെ ഗർഭിണീനെയോ ഒക്കെ കണ്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് നല്ലതാന്ന് പറഞ്ഞു. ഈ വെണ്ണീർ ഇങ്ങനെ ഇടരുത് കേട്ടോ ആരും. നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ, അതായത് നമ്മൾ സ്ഥിരം നമ്മുടെ നടപ്പ് വഴിയിൽ നമ്മൾ പോകുമ്പോൾ സ്ഥല സൗകര്യം ഇല്ലെന്നും പറഞ്ഞ് നിങ്ങൾ കത്തിക്കാൻ നിൽക്കരുത്. എന്ത് പ്രശ്നമാണെങ്കിലും അത് നിങ്ങളുടെ ഒരു മൈൻഡിൽ വെച്ചോണം കേട്ടോ. ഒരനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ് ഇത്. അവിടെ ആയിരുന്നപ്പം ഞങ്ങൾക്ക് ഒരു മേൽഗതി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ തെറ്റുകൾ നിങ്ങൾ ആവർത്തിക്കരുത്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പം ടാറ്റാ ബൈ ബൈ. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ദിവസം വീണ്ടും കാണാം.